ത്തിൽ മരിച്ച ആളുകളെയും കൊണ്ടുള്ള ആംബുലൻസ് അത് പൊള്ളാച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. രാവിലെ 6 മണിയോടെ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഏതാണ്ടൊരു 15-20 മിനിറ്റിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം അടക്കം ഒരുക്കിയിരിക്കുന്നത്. 1 മണിക്കൂറോളം പൊതുദർശനം അവിടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ, നാട്ടുകാരും അധ്യാപകരും അവരെ അറിയുന്ന ആളുകളുമായ ഒരുപാട് ആളുകൾ, സഹപ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാനമായി യാത്ര ചൊല്ലാനൊക്കെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. പലരും ഈ അധ്യാപകരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വിതുമ്പുകയാണ് പല കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ട്. അപ്പോൾ അവിടെ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ കൂടെയുണ്ട്, അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ വേദന കടിച്ചമർത്തിയാണ് അവർ നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വേദന നിറഞ്ഞ വൈകാരികമായ നിമിഷങ്ങളിലേക്ക് കൂടെ കടക്കുകയാണ്. ആ സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളിലേക്കും ഒപ്പം അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. സലാം മുഹമ്മദ് അവിടെ നിന്ന് ചേരുകയാണ്. സലാം, ജനനിബിഡമായി കഴിഞ്ഞു ആ സ്കൂളും പരിസരവും. നേരത്തെയൊക്കെ വളരെ കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഒരുപാട് ആളുകൾ, അവരൊക്കെ വലിയ വേദനയോടുകൂടി അധ്യാപകർക്ക് വിട ചൊല്ലാൻ എത്തിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എത്ര സമയം കൊണ്ട് ഈ ആംബുലൻസ് അവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റെന്തൊക്കെ പറയാനുണ്ട് അവിടെ നിന്ന്? അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ നാട്ടുകാരാണ് ഇവിടെ ഈ ഒരുക്കങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അവർ കുറെ കൂടി ആളുകളെ മാറ്റി ആംബുലൻസിന് സുഗമമായി ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള തരത്തിലുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ഒരു നാട് ഒന്നടങ്കം ഒഴുകിയെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തങ്ങളുടെ ഉറ്റവരായിട്ടുള്ള അധ്യാപകർക്ക് വിട നൽകുന്നതിന് വേണ്ടിയാണ് ഈ നാട് മൊത്തം ഒഴുകിയെത്തിയിരിക്കുന്നത്. ആ രീതിയിൽ വലിയ ആൾക്കൂട്ടം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നാട്ടുകാർ, ഈ സ്കൂളിനോട് തൊട്ടടുത്ത് താമസിക്കുന്നവർ, ഈ പാങ്ങിലെ വിവിധ മേഖലയിലുള്ളവർ, അവരൊക്കെ തന്നെ ഇവിടെ അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ധാരാളം സ്ത്രീകളെ കാണാം, കുട്ടികളെ കാണാം. അവരൊക്കെ തന്നെ ഒരിക്കലെങ്കിൽ ഈ അധ്യാപകർ പഠിപ്പിച്ചവരാണ്. നമ്മൾ നേരത്തെ കുട്ടികളോട് സംസാരിച്ചു. മജീദ് മാസ്റ്ററുടെ വേർപാടാണ് കുട്ടികൾക്ക് ഒട്ടും താങ്ങാനാകാത്തത്. ആ മാഷ് കണ്ണു കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ആ രീതിയിൽ ഈ കുട്ടികളോടും അതോടൊപ്പം തന്നെ ഈ നാടിനോട് തന്നെ വലിയ രീതിയിൽ ഇഴുകിച്ചേർന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ദുരന്ത മേഖലയിലും നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്നത് വൈറ്റ് ഗാർഡാണ്. നമ്മൾ നേരത്തെയുള്ള വിവിധ ദുരന്തമുഖങ്ങളിൽ ഇവരെയൊക്കെ തന്നെ കണ്ടതാണ്. അവർ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള സജ്ജീകരണങ്ങൾക്കും അല്ലെങ്കിൽ ഇവർക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഏർപ്പാടുകളും വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ അപകടം നടന്നത് ഇതിനു വേണ്ടി അതിന്റെ കൂടെ തന്നെ വൈറ്റ് ഗാർഡ് അംഗങ്ങളും കൃത്യമായി കൊണ്ട് തന്നെ ഈ ഒരു സ്കൂളിൽ ഇതിന്റെ മുറ്റത്ത് ഒരുപാട് ജനസമുദ്രമാണ് ഉള്ളത്. അപ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ ആളുകളും കാണാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ടീച്ചർമാരൊക്കെ അറിയാമോ? നേരിട്ട് കഴിഞ്ഞാൽ മജീദ് മാഷാണ് നമ്മൾ അത്രയും അറിയുന്ന ഒരാളുള്ളത്. ഞാൻ പിടിച്ചാലല്ല അങ്ങാടി ആളുകളും അതുപോലെ പല ഭാഗങ്ങളും വ്യതികാരങ്ങളും മറ്റ് സംഘടനകളായിട്ടുള്ള KET, കോമാകെയർ, സാന്ത്വനം, അങ്ങനെ എല്ലാ IRW എല്ലാ ആളുകളും സഹായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് കുറെ കൂടി പെട്ടെന്ന് തന്നെ ആളുകൾക്കെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക്, അവസാന നോക്ക് കണ്ട് മടങ്ങാനാകുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, 9 അധ്യാപകർ എന്ന് പറയുന്നതും ഈ കുട്ടികളോടും അതോടൊപ്പം തന്നെ നാടിനോടും വലിയ രീതിയിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഇതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു വേർപാട് കൂടിയാണ്. ആ ഒരു അർത്ഥത്തിൽ നിരവധി നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരുപാട് കുട്ടികൾ കരയുന്നു, അതോടൊപ്പം തന്നെ അവർ അമ്മമാർ കരയുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് അവർക്കൊക്കെ ഒരു നമുക്കറിയാം, LP സ്കൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു പക്ഷേ മാതാപിതാക്കൾ എന്ന പോലെ തന്നെ ആയിരിക്കും അധ്യാപകർ. നമുക്കറിയാം, അവരോട് എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവർ സ്കൂളിലാണ്. അത്തരത്തിൽ ആ കുട്ടികളെ മൗൾഡ് ചെയ്യുന്നതിന് വേണ്ടി വലിയ കഷ്ടപ്പാട്
അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരോട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ചേർന്ന് നിൽക്കുന്നവരാണ് അധ്യാപകർ. ആ തരത്തിൽ തന്നെയാണ് ഇവിടെയുള്ള അധ്യാപകർ. നമ്മൾ നേരത്തെ സംസാരിച്ചവരൊക്കെ തന്നെ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും അവരുടെ മുഖഭാവങ്ങളിൽ നിന്നൊക്കെ തന്നെ വായിച്ചെടുക്കാനാകുന്നത്. ആ തരത്തിൽ ഇനി വേർപെട്ടു പോയവർക്ക് ഒരു അന്ത്യയാത്ര നൽകുക എന്നുള്ളതാണ്. അത് ഏറ്റവും ആദരവോടുകൂടി തന്നെ ആ യാത്ര നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ. ആ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാം മറന്ന് ഒരു നാട് ഒന്നിച്ചുകൊണ്ട് ആ വൈവിധ്യം തന്നെ കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ എല്ലാ സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തുനിന്നുള്ള ഫ്രീസറുകളായാലും ആ തരത്തിലുള്ള സഹായങ്ങൾ അവരുടെ ഭാഗത്ത് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ആ തരത്തിൽ എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് ഒരു തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഒരു യാത്ര നൽകുന്നതിന് യാത്രാമോഹി നൽകുന്നതിന് വേണ്ടി അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് ഒരു പക്ഷേ ഈ സ്കൂളിന്റെ അങ്കണം മൊത്തത്തിൽ ആളുകൾ, അതായത് വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ, പാങ്ങിൽ നിന്നും തന്നെയുള്ള സ്കൂളിനോട് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളായാലും അതോടൊപ്പം തന്നെ ഈ വാർത്ത കേട്ട് ആ വിഷമത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിയ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്കറിയാം ഈ നാട് മൊത്തം അല്ലെങ്കിൽ ഈ പാങ് മാത്രമല്ല അല്ലെങ്കിൽ കേരളം മൊത്തം വലിയ ഒരു സങ്കടത്തോടു കൂടി വലിയ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ അവരുടെ ദുഃഖങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നതിനും അതോടൊപ്പം കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനൊക്കെ തന്നെയാണ് ഇവരൊക്കെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി വലിയ ബന്ധം പുലർത്തുന്നവരാണ് നാട്ടുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ വൈകാരികമായ ഒരു അടുപ്പം തന്നെ ഈ അധ്യാപകരോടുണ്ട്. നമുക്ക് നേരത്തെ സംസാരിച്ചത് ഒരുപാട് കുട്ടികൾ പറയുന്നത് കേട്ടു. ഈ മജീദ് മാസ്റ്റർ എന്ന് പറയുന്ന അധ്യാപകരൊക്കെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോകുന്നയാളാണ്. അതോടൊപ്പം കുട്ടികളുടെ എല്ലാ വികാരങ്ങളോടും അല്ലെങ്കിൽ വികാരങ്ങളിലും കൂടെയുള്ള ആളാണ്. അത്തരത്തിൽ വലിയ വൈകാരിക അടുപ്പം ഈ കുട്ടികളോട് കാത്തു സൂക്ഷിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഇവരൊക്കെ. അവരൊക്കെ തന്നെ വേർപെട്ടു പോയതിന്റെ കഠിന ദുഃഖത്തിൽ തന്നെയാണ് കുട്ടികളുള്ളത്, അതോടൊപ്പം നാട്ടുകാരുള്ളത്. അവരൊക്കെ തന്നെ അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചുവെന്ന് നേരത്തെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടു. അത്തരത്തിൽ